മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കുമെന്ന ഉറപ്പ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ആയിരങ്ങൾ ഒരുമിച്ചിരുന്ന മെഗാ ഓണസദ്യയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും മാവേലിയുടെ വരവുമെല്ലാം ചേർന്ന് പാതായിക്കര AUP സ്കൂളിൽ വേറിട്ട ഓണാഘോഷം. 3000-ലധികം പേർ പങ്കെടുത്ത ആഘോഷത്തിൽ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൊരുക്കിയ മെഗാ ഓണസദ്യ പ്രധാന ആകർഷണമായി. പൂക്കളവും പൂവിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് പാതായിക്കര AUP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഓണാഘോഷത്തിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നത് മെഗാ ഓണസദ്യ തന്നെയായിരുന്നു. 3500-ലധികം ആളുകൾക്കായാണ് വിപുലമായ സദ്യ ഒരുക്കിയത്. വിഭവസമൃദ്ധമായ സദ്യയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് പങ്കുചേർന്നതോടെ ആഘോഷത്തിന് കൂടുതൽ നിറം പകർന്നു. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വിപുലമായ ഓണസദ്യ ഒരുക്കിയതിനെ കുറിച്ചും ആഘോഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് വിശദീകരിച്ചു. പാതായിക്കര AUP സ്കൂളിൽ വിപുലമായി എല്ലാ വർഷവും കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു കേരളത്തിൻ്റെയും ദേശീയ ഉത്സവമാണ്. അതിലുപരി എല്ലാ മതങ്ങളും പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പര്യായമാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന ഒരു വിപുലമായ ഒരു ജനസമുച്ചയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. പാതാക്കരയുടെ ഉത്സവമാണ്, പാതാക്കര AUP സ്കൂളിൻ്റെ ഉത്സവമാണ്. ജനങ്ങൾക്കെല്ലാം ആവേശമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കുമെന്ന ഉറപ്പ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും, ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പാതായിക്കര AUP സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓണസദ്യ കാറ്ററിംഗ് സംഘത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിലും സദ്യയുടെ വിജയത്തിന് പിന്നിൽ അധ്യാപകരുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും കൂട്ടായ പ്രവർത്തനവും നിർണായകമായി. അധ്യാപകരും ജീവനക്കാരും ഏകോപനത്തോടെ പ്രവർത്തിച്ചതോടെയാണ് ഇത്രയും വലിയ സദ്യ മികച്ച രീതിയിൽ പൂർത്തിയാക്കാനായതും. ഓണം കേവലം ഒരു ആഘോഷമല്ലെന്നും മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്തോഷം പകരുന്ന കേരളത്തിന്റെ ഉത്സവമാണെന്നും വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്കും രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിയായിരുന്നു ആഘോഷം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാതായിക്കര AUP സ്കൂളിലെ ഈ ഓണവും അതിവിപുലമായി തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എൻ്റെ ഓണം എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എന്നതായിരുന്നു നമ്മുടെ ക്യാപ്ഷൻ. അതേ ക്യാപ്ഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷവും ഓണം അതിഗംഭീരമായി ആഘോഷിക്കുന്നത്. സാധാരണയായി മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് മാത്രമല്ല ഈ നാടിന് മൊത്തം ഈ ഓണസദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 3500-ൽ പരം ആളുകൾക്കുള്ള ഓണസദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ എല്ലാവിധത്തിലുള്ള ഓണാശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. മാവേലിയുടെ സാന്നിധ്യവും ഓണപ്പാട്ടുകളും വിവിധ കലാപരിപാടികളും ചേർന്നതോടെ സ്കൂൾ അങ്കണം ആഘോഷത്തിമിർപ്പിലായി. ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ആഘോഷവും ഒരുമയും പങ്കുവച്ച് ഓണത്തിന്റെ സന്ദേശം പുതുതലമുറയിലേക്ക് പകരുന്ന മനോഹരമായ വേദിയായി പാതായിക്കര AUP സ്കൂളിലെ ഓണാഘോഷം മാറി. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ ഇവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Learn smartphone and MacBook engineering from Bridco and Bridco, India's first and largest smartphone institute. 100% placement. Bridco guarantee ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Bridco and Bridco. പണി കൊടുത്ത 4 നൂറ്റാണ്ട്.